ശുദ്ധമായ നോമ്പിനെ കുറിച്ചുള്ള ചർച്ചയാണ്. وأخرج ابن ماجه والبيهقي عن عبد الرحمن بن عوف رضي الله عنه قال رسول الله صلى الله عليه وسلم شهر رمضان റമളാൻ മാസം എന്നത് ഷഹ്റുൻ അതൊരു പ്രത്യേക മാസമാണ്. കതബല്ലാഹു അലൈക്കും സിയാമഹു നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു. വസനൻതു ലക്കും നിങ്ങൾക്ക് ഞാൻ സുന്നത്താക്കി വച്ചിരിക്കുന്നു ഖിയാമഹു ആ മാസത്തിലുള്ള ഖിയാം റമളാൻ എന്ന് പറഞ്ഞാൽ തറാവീഹ്. ഫമൻ സ്വാമഹു വ ഖാമഹു അവ രണ്ട് കാര്യമാണ്. നോമ്പ് നോക്കുക, തറാവീഹ് നിസ്കരിക്കുക. ഈ രണ്ട് കാര്യങ്ങളും രണ്ട് രൂപത്തിൽ ചെയ്യാൻ രണ്ട് നിയ്യത്ത് വേണം. ഒന്ന് ഈമാനൻ വഹ്തിസാബൻ, എപ്പോഴാ തറാവീഹ് കയ്യ, അവിടെ എത്ര മണിക്കാണ് കയ്യ, ഫാസ്റ്റാണോ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ സാധാരണ റമളാൻ മാസത്തിൽ എല്ലാ പള്ളിക്കലും ഉള്ളതാണ്. പക്ഷെ അതല്ല ചോദിക്കേണ്ടത്. ഈമാനൻ വഹ്തിസാബൻ, ഈമാനൻ വഹ്തിസാബൻ ഈ രണ്ട് കാര്യവും ഓരോ വ്യക്തിയും മനസ്സിലാക്കണം. ഒന്ന് വിശ്വാസത്തോടുകൂടെ നിസ്കരിക്കുക, മറ്റൊന്ന് പടച്ചോനിലേക്ക് എന്നുള്ള പ്രതിഫലം മോഹിച്ചുകൊണ്ട് നിസ്കരിക്കുക. അതിനെ ഇഹ്തിസാബ് എന്ന് പറയാം. ഈ രണ്ട് രൂപത്തിൽ വിശ്വാസവും ഇഹ്തിസാബും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഈമാനൻ വഹ്തിസാബൻ, ഈമാനൻ വഹ്തിസാബൻ അത് നമ്മളെ മനസ്സിലോട് ഇങ്ങനെ പറയുമ്പോഴേ നമുക്കതിങ്ങനെ ഉറച്ചു വന്നു. ഈമാനൻ വഹ്തിസാബൻ വിശ്വാസത്തോടുകൂടെയും പടച്ചോനിലേക്ക് എന്നുള്ള കൂലി ആഗ്രഹിച്ചു. ഇങ്ങനെ രണ്ടും നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും ചെയ്താൽ അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഫലം ലഭിക്കുക. ഏതാ ഫലം? ഖറജ മിൻ ദുനൂബിഹി ആ മനുഷ്യൻ, ആ ചെയ്തത് ആണാവട്ടെ പെണ്ണാവട്ടെ, അവൻ്റെ ദോഷങ്ങളിൽ നിന്ന് പുറപ്പെട്ടു പോയി. ഏതുപോലെയാകും? കയൗമ വലദതുഹു ഉമ്മുഹു അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ പാപങ്ങളൊന്നുമില്ലാത്ത നല്ല കറകളഞ്ഞ നിഷ്കളങ്കനായ ഒരു കുഞ്ഞിനെ പോലെ അള്ളാഹു തആല ആക്കി മാറ്റും. ഇങ്ങനെ പറഞ്ഞത് ഈ പ്രതിഫലം ഇസ്ലാമിൽ രണ്ട് ആരാധനക്കാണ് ഓഫർ ചെയ്തത്. ഒന്ന് ഹജ്ജിനാണ്. ഹജ്ജ് അള്ളാഹു തആല സ്വീകരിച്ചാൽ ഇങ്ങനെയാക്കും, ഒരു ഉമ്മ പ്രസവിക്കപ്പെട്ട കുട്ടിനെ പോലെ. ഇനി ഹജ്ജ് സ്വീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഹജ്ജ് യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ലാത്ത, ചീത്ത പറയാത്ത, അമലുകൾക്ക് ഭംഗം വരാത്ത, ഒരാളെ വേദനിപ്പിക്കാത്ത അങ്ങനെയുള്ള മഖബൂലും മബ്റൂറും എന്ന ഹജ്ജിനെ സംബന്ധിച്ച് പറയാം. മഖബൂലും മബ്റൂറുമായ കുറ്റമറ്റ ഹജ്ജ് എന്ന് അതിനെ ചുരുക്കി പറയാം. കുറ്റമറ്റ ഹജ്ജ്. അങ്ങനത്തെ ഹജ്ജ് ചെയ്ത ഹാജിയരുണ്ടോ? ഓന് ഈ ഓഫറുണ്ട്, ഉമ്മ പ്രസവിക്കപ്പെട്ട പോലെയാക്കി മാറ്റും. അല്ല, റമളാൻ മാസത്തിലും ഇങ്ങനെ തന്നെ ഇതേപോലെ നോമ്പ് നോറ്റാൽ കണ്ണിനെ നിയന്ത്രിക്കണം, കാതിനെ നിയന്ത്രിക്കണം, കൈകളെ നിയന്ത്രിക്കണം, കാലുകളെ നിയന്ത്രിക്കണം, പള്ളയെ നിയന്ത്രിക്കണം. ഇങ്ങനത്തെ നല്ല നോമ്പ് നോറ്റാൽ ഈ ഓഫർ അല്ലാഹു തആല നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ ആക്കുകയും ചെയ്യും. അതുകൊണ്ട് മറ്റൊരു കാര്യം കൂടി അറിയിക്കാനുള്ളത്, ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മൻ സ്വാമ റമളാന ഒരാൾ നോമ്പെടുത്തു, ഒരാൾക്ക് മൻ അദ്റക റമളാന ഒരാൾക്ക് റമളാൻ മാസം എത്തി, വ അലൈഹി അവന്റെ മേലുണ്ട് കടമുണ്ട്, മിൻ റമളാന മറ്റേ കഴിഞ്ഞ കൊല്ലത്തെ റമളാനിൽ നിന്നും കടം ഉണ്ട്, ഷൈഉൻ വല്ലതും കടം ഉണ്ട്. എന്നുവെച്ചാല് കഴിഞ്ഞ കൊല്ലത്തെ നോമ്പിന് ഏതെങ്കിലും നോമ്പ് ആർക്കെങ്കിലും നഷ്ടപ്പെട്ടുകണമെങ്കിൽ ആ മനുഷ്യൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫഇന്നഹു ലാ യഖ്ബലു മിൻഹു അവനിൽ നിന്ന് ഇക്കൊല്ലത്തെ നോമ്പ് സ്വീകരിക്കൂല, ഹത്താ യസൂമഹു ആ നോമ്പ് വീട്ടാതെ. അത് വലിയ വിഷയമാണ്. അങ്ങനെ ഇന്നലെയും പറഞ്ഞിരുന്നു, ആരൊക്കെയോ നോമ്പ് കള ഉണ്ട്, അത് വീട്ടിയിട്ടില്ല. ചൊറുക്കാണിപ്പാ പറയാനേ. കഴിഞ്ഞ കൊല്ലത്തെ നോമ്പ് കള ഉണ്ട് എങ്കിൽ ആ നോമ്പ് വേഗം വീട്ടിക്കൊള്ളണം. ആ നോമ്പ് വീട്ടിൽ നിർബന്ധമാണ്. അങ്ങനെ വീട്ടാതെ ഇക്കൊല്ലത്തെ നോമ്പിലേക്ക് കയറാൻ പോവുകയാണ്. ഇത് റജബ് കഴിയാൻ പോവാണ്.
ഷഅബാനിലേക്ക് കയറാണ്. കഴിഞ്ഞ കൊല്ലത്തെ നോമ്പ് ഏതെങ്കിലും എങ്ങനെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം എന്ത് ചെയ്യണം? അതിനെ വീട്ടണം. അതിന് ഫിഖ് പറയുന്നത് ഒരാൾക്ക് നോമ്പ് നിർബന്ധമായ നോമ്പ് ഖളാ ആയിപ്പോയി. എന്നാൽ ഇൻഫാത്ത ബിലാ ഉദ്രിൻ ഒരു കാരണവും ഇല്ലാതെയാണ് ഖളാ ആയതെങ്കിൽ ഫൗറൻ വേഗം വീട്ടണം എന്ന് പറഞ്ഞാൽ റമദാൻ കഴിഞ്ഞപ്പോൾ ഒരു 6 നോമ്പുണ്ടല്ലോ, ആ 6 നോമ്പിന്റെ ഇടയിൽ കൂടെ തന്നെ പെട്ടെന്ന് വീട്ടിക്കൊള്ളണം. പെട്ടെന്ന് ഇന്ന് ആലോചിച്ച് നോക്കാണ് നോമ്പ് ഖളായിക്കണോന്ന്. ഓരോരുത്തരും കഴിഞ്ഞിടത്ത് നോമ്പ് ഇങ്ങനെ ഖളായിക്കണോന്ന് ആലോചിച്ച് നോക്കാണ്. വേഗം ഖളാ വീട്ടണം. ഇനി കാരണത്തോടു കൂടെ പനി പിടിച്ച് കിടക്കുകയായിരുന്നു, അതല്ലെങ്കിൽ വയറ് സംബന്ധമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടായി കിടക്കുക, അല്ലെങ്കിൽ ആശുപത്രി അഡ്മിറ്റ് ചെയ്യുന്നു, അങ്ങനെ റമദാൻ മാസത്തിൽ നോമ്പ് ഖളാ ആയി പോയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ കാരണം ഉണ്ടല്ലോ, കുഴപ്പമില്ല. കാരണത്തോടു കൂടെ ഖളാ ആയി പിന്നത്തെ റമദാൻ വരുന്നതിൻ്റെ മുമ്പ് 11 മാസക്കാലം അവനെ ഇളവ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ എപ്പോഴെങ്കിലും ആയിട്ട് വീട്ടാം. വീട്ടിയിട്ടില്ല എങ്കിൽ കാരണം കൂടാതെ അങ്ങനെ പിന്തിച്ചു, ഒരു കാരണമില്ല, അങ്ങനെ നാളെ ആവാം, പിന്നത്തെ തിങ്കളാഴ്ച നോക്കാം, പിന്നത്തെ വെള്ളിയാഴ്ച നോക്കാം, പിന്നത്തെ വ്യാഴാഴ്ച നോക്കാം, അങ്ങനെ പോയി മാസം 11 കഴിഞ്ഞു. പടച്ചോനെ നാളെ നോമ്പാ സങ്കല്പിക്കുക. അങ്ങനെ നോമ്പായി കഴിഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യണം അറിയോ? ഇയാൾ എന്ത് ചെയ്യണം? ആ നോമ്പ് ഇപ്പം നമ്മൾ ഹദീസ് ഓതിയല്ലോ, ഈ നോമ്പ് ഇയാൾക്ക് സ്വീകരിക്കണമെങ്കിൽ ആ നോമ്പ് കടം വീട്ടണം എന്നാ പറഞ്ഞത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അദ്ദേഹം ഹത്താ ദഖല റമദാൻ ആഖറു അടുത്ത റമദാൻ അങ്ങ് പ്രവേശിക്കുകയും ചെയ്തു, നോമ്പാണ്, ഈ കടമുണ്ട്. എന്നാൽ ലസിമഹു മഅൽ ഖളാഇ ഈ നോമ്പ് കഴിഞ്ഞിട്ട് അയാൾ ഖളാ വീട്ടും വേണം. മുദ്ദുൻ ലികുല്ലി യൗമിൻ ഓരോ ദിവസത്തിനും 800 മില്ലി ലിറ്റർ അരി വീതം സാധുക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കണം. ഓരോ ദിവസത്തിനും ഓരോ മുദ്ദ്. അത് ഒരു കൊല്ലത്തെ നോമ്പാണ് കേട്ടാ. 2 കൊല്ലം 3 കൊല്ലം 4 കൊല്ലം 15 കൊല്ലം നോമ്പ് എടുക്കാത്ത മനുഷ്യന്മാരുണ്ടാവും, അല്ല ഒരുപാട് കൊല്ലം നോമ്പ് എടുക്കാത്തവരുണ്ടാവും. ഓരൊക്കെ വർഷങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് മുദ്ദുകൾ ഇങ്ങനെ വർദ്ധിക്കും. ഒരുപാട് മുദ്ദുകൾ കൊടുക്കേണ്ടി വരും. ഇതൊന്നും കൊടുക്കാതെ അവൻ്റെ നോമ്പ് അങ്ങനെ അല്ലാഹു തആല സ്വീകരിക്കൂല. ഗൗരവമുള്ള വിഷയമാണ്. ആ വിഷയത്തെക്കുറിച്ച് ഇനി ഒരുപാട് മസ്അലകൾ വരുന്നുണ്ട്. ഗർഭിണിയുടെ നോമ്പ് വരുന്നുണ്ട്, കുട്ടിയുടെ പ്രയാസത്തിന് വേണ്ടി നോമ്പ് മുറിച്ച പെണ്ണിൻ്റെ നോമ്പിനെ പറ്റി പറയുന്നുണ്ട്, ഗർഭം അലസിപ്പോകുന്നുള്ള ഡോക്ടർ പറഞ്ഞു നോമ്പെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മസല പറയുന്നുണ്ട്. എല്ലാ വിഷയത്തെക്കുറിച്ചും അല്പാൽപ്പം നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിച്ചങ്ങനെ പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാനിനെ ആരോഗ്യത്തോടു കൂടെ സ്വാഗതം ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമർ റഹ്മാനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങളുടെ ഇബാദത്തുകളൊക്കെ നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ രോഗങ്ങൾക്കും ശിഫാ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, കൊല്ലത്തെ റമളാനിനെ സ്വാഗതം ചെയ്യാൻ വരവേൽക്കാനുള്ള മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും ഞങ്ങൾക്കെല്ലാവർക്കും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അൽഹംദുലില്ലാഹ്, ഞങ്ങളെ പള്ളിയുടെ നിർമ്മാണത്തിലേക്ക് തുടക്കം മുതൽ ഈ നിമിഷം വരെയും സഹായിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും സഹായങ്ങളെ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹിക്കുന്ന പ്രതിഫലങ്ങൾ ഇരു വീട്ടിൽ വെച്ചും നീ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ ഉപ്പമാര്, ഉമ്മമാര്, സഹോദരന്മാര്, സഹോദരിമാര്, കൂട്ടുകുടുംബാദികൾ, മറ്റുള്ള എല്ലാ മുഅ്മിനീങ്ങൾ എല്ലാവർക്കും നിന്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് പുറത്തു കൊടുക്കുകയും അവരൊക്കെ ഖബർ നീ സ്വർഗീയ വീടാക്കി മാറ്റുകയും ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഇന്നത്തെ പകൽ ഞങ്ങൾക്ക് ഖൈറാക്കി തരണം റഹ്മാനെ. ഇന്നത്തെ വൈകുന്നേരവും ഞങ്ങൾക്ക് നീ ഖൈറാക്കി തരണം റഹ്മാനെ. എല്ലാവിധ ഹാജാത്തുകളും വീട്ടിത്തരണേ റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام